ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ സംസ്ഥാനത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ച ലാൻഡ് ക്രൂയിസർ കാർ എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പണം തട്ടിയെന്ന പരാതിയിലാണ് പോലീസ് നടപടി വരുന്നത്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, കുറെ നാള് മുമ്പ് ചർച്ച ചെയ്താണ് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ കേസ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? കൊച്ചി സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ എംബസിയിൽ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ വാഹനം എന്ന് പറഞ്ഞാണ് തനിക്ക് ഇത് ഒരാൾ കൈമാറിയത് എന്നതാണ് ഇതിൽ പറയുന്നത്. അതങ്ങനെ കബളിപ്പിച്ചു. 14 ലക്ഷം രൂപ ഇയാൾ വാങ്ങിച്ചെടുത്തു. ഇതിൽ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത് ഡൽഹി ലാജ്പത് നഗർ സ്വദേശി രോഹിത് ബേദി എന്ന ആളാണ്. ഇയാൾ വാഹന ഇടപാടുകാരനാണെന്നാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം ഈ വാഹനം എന്ന് പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത HP രജിസ്ട്രേഷനുള്ള വാഹനമാണ് എന്നതാണ് FIR-ൽ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഈ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വിശദമായിട്ടുള്ള പരിശോധനയും റെയ്ഡും ഒക്കെ കസ്റ്റംസ് നടത്തിയിരുന്നു. അന്ന് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ വീട്ടിലടക്കം റെയ്ഡ് ഉണ്ടായിരുന്നു. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ FEMA, അതായത് വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം സംബന്ധിച്ചുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് പോലീസിൽ ഒരു പരാതി വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കസ്റ്റംസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഏകദേശം 49ഓളം വാഹനങ്ങൾ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന. അതിൽ ചില ആളുകൾക്ക് ഇതിൽ മുന്നറിവ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇവരിലേക്ക് കബളിപ്പിക്കപ്പെട്ട് എത്തിയ വാഹനമാണ്. പക്ഷേ മറ്റ് ചില ആളുകൾക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന വാഹനമാണെന്ന് അറിയാമായിരുന്നു എന്നതായിരുന്നു കസ്റ്റംസ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു പരാതി വരുന്ന അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നേരത്തെ കസ്റ്റംസും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പോലീസ് കേസ് കൂടി വന്ന അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ED ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും 14 ലക്ഷം രൂപ കബളിപ്പിച്ചു, വിശ്വാസവഞ്ചന, ചതി ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ രോഹിത് ബേദി എന്ന ആളാണ് ഈ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത്. കൊച്ചി സ്വദേശിയുടെ പരാതിയാണ്. ഇദ്ദേഹത്തിന്റെ വാഹനം നേരത്തെ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി വന്നത്. 2024-ലാണ് ഈ വാഹനം വാങ്ങുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. നേരത്തെ ദുൽഖർ സൽമാൻ, അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കൽ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലും മറ്റു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസ് ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നതാണ്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ EDയും പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയും കേന്ദ്ര ഏജൻസികളും സ്വീകരിച്ചു.